ഇന്നേ എഴുന്നേക്കാൻ നല്ല ലേറ്റായി. എന്നാൽ ഒഴിച്ചുകറി മസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പരിപ്പങ്ങ് കുത്തി കാച്ചി എടുത്താലോ? അപ്പോൾ കുറച്ച് പേര് ചിന്തിക്കും കേട്ടോ, അയ്യേ ഇതൊരു റെസിപ്പി ആയിട്ട് ഇടാണ്ടോന്ന്. സത്യം പറഞ്ഞാൽ ഇല്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തോന്ന് മാത്രം. പിന്നെ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരിപ്പ് കുത്തി കാച്ചിയതിൻ്റെ ഒപ്പം ഉണക്കമീൻ വറുത്ത് കഴിക്കുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കോമ്പിനേഷൻ. ഇന്ന് ഉണക്കമീനൊന്നും ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ഈ പരിപ്പിൻ്റെ ഒപ്പം അച്ചാറോ അതുപോലെ തൈരോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് വേഗം നമ്മുടെ പണിയിലേക്ക് കടന്നാലോ? അപ്പം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്, നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അത് മൂത്ത് വരുമ്പോൾ ഉണ്ടുള്ള സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയല്ലേ. അതിൽ മുളകും കൂടെ ചേർത്ത് നമ്മൾ മൂപ്പിക്കുമ്പോൾ ചിലവർക്ക് ചുമയും കുത്തലൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇതൊരു നൊസ്റ്റാൾജി സ്മെല്ല് തന്നെയാണല്ലോ ഇത്. ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ഉണക്കമുളക് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതില്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി ചേർത്താലും മതി. അതും കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായി. അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഗ്രേവി തിക്കാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചിലർ ഈ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ തക്കാളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ചേർക്കാറില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചി റെഡി ആയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്